കോഴിക്കോട് മലാപ്പറമ്പിൽ കുടിവെള്ള പൈപ്പ് പൊട്ടി നിരവധി വീടുകളിൽ വെള്ളം കയറി എന്നുള്ളതാണ്. മേഘ ചേരുന്നുണ്ട്. മേഘ, യെസ്, ആ ദൃശ്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വലിയ രീതിയിലുള്ള ഡാമേജ് ആണ് ഉണ്ടായത്. ഭദ്ര, ഇന്ന് പുലർച്ചെ 3 മണിയോട് കൂടിയാണ് ഇവിടെ കുടിവെള്ള പൈപ്പ് പൊട്ടിയത്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കും. റോഡ് പൂർണ്ണമായും വലിയ കുഴി, ഗർത്തം രൂപപ്പെട്ട നിലയിലാണ് കാണാൻ സാധിക്കുന്നത്. റോഡ് ഒക്കെ തന്നെയും പൊട്ടി ഈ കുഴിയിലേക്ക് അമർന്നു കിടക്കുന്നു. വലിയ അപകടമാണ് ഉണ്ടായിരിക്കുന്നത്. ഈ കരിക്കാംകുളം മലാപ്പറമ്പ് റോഡാണ്. ഈ റോഡ് പൂർണ്ണമായും തകർന്നു എന്ന് തന്നെ വേണം പറയാൻ. ഒരു ഭാഗത്തേക്ക് ഗതാഗതം യോഗ്യമല്ലാത്ത രീതിയിലാണ് ഇപ്പോൾ റോഡിൻ്റെ സാഹചര്യം ഉള്ളത്. സമീപത്തെ വീടുകളാണ് കാണുന്നത്. ഈ ഗേറ്റ് ഈ വീടിൻ്റെ മുറ്റം പൂർണ്ണമായും ചെളി നിറഞ്ഞ നിലയിലാണ് ഉള്ളത്. ഈ പ്രദേശത്തുള്ള, അതായത് ഈ വീട്ടിലുള്ള ആളുകൾക്ക് പുറത്തു പോലും ഇറങ്ങാൻ സാധിക്കാത്ത തരത്തിൽ ചളി ഇവിടെ ഉള്ളത് കാണാം. ഒരു വീടിൻ്റെ മതിലും പൊട്ടിയിട്ടുണ്ട്. ആ മതിൽ പൊട്ടിയതിന് പിന്നാലെയാണ് ഈ നാട്ടുകാർ ഈ റോട്ടിൽ എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ നോക്കിയപ്പോഴാണ് ഇത്തരത്തിൽ വലിയ തരത്തിൽ കുടിവെള്ള പൈപ്പ് പൊട്ടിയത് ദൃശ്യങ്ങളിൽ കാണാൻ സാധിച്ചിരിക്കുന്നത്. ഏതായാലും 2 ദിവസത്തേക്ക് കുടിവെള്ളം മുടങ്ങും എന്നതാണ് മനസ്സിലാകുന്നത്. കുടിവെള്ളത്തിൻ്റെ പ്രധാന പൈപ്പ് തന്നെയാണ് പൊട്ടിയത്. ഈ അപകടത്തിൻ്റെ ഭീകരത എന്നത് ഈ റോഡിൽ വലിയ ഗർത്തങ്ങൾ വീണത് കാണാൻ സാധിക്കും. അപ്പോൾ തന്നെ എത്രത്തോളം തീവ്രതയാണ് ഈ അപകടത്തിൽ ഉണ്ടായിരിക്കുന്നത് എന്ന് മനസ്സിലാകും. ഇവിടെ എന്നോടൊപ്പം ഈ പ്രദേശത്തെ LDF സ്ഥാനാർത്ഥി സിറിയക് മാത്യു കൂടി ചേരുന്നു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടയ്ക്ക് അദ്ദേഹം ഇവിടെ ഇത്തരത്തിലൊരു അപകടം ഉണ്ടായി എന്നറിഞ്ഞിട്ട് വന്നതാണ്. വലിയ അപകടമാണല്ലോ ഉണ്ടായിരിക്കുന്നത്. റോഡ് പൂർണ്ണമായും ഗതാഗത യോഗ്യമല്ലാത്ത രീതിയിലാണ് ഉള്ളത്. റോഡ് പൂർണ്ണമായും ഗതാഗത യോഗ്യമല്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ടല്ലോ. ഒരു 4-5 വീടുകൾക്ക് ഇത് അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. വെള്ളം കയറുകയും അവർക്കൊക്കെ പലതരത്തിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ഇപ്പം ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ റോഷി മിനിസ്റ്ററെ എത്രയും പെട്ടെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി ശ്രീ റോഷി മിനിസ്റ്ററെ വിളിക്കുകയും ഇവിടുത്തെ സൂപ്രണ്ടിംഗ് എഞ്ചിനീയറെ വിളിച്ച് ഈ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തി എത്രയും പെട്ടെന്ന് തന്നെ 24 മണിക്കൂറിനുള്ളിൽ തന്നെ ജലവിതരണം, കുടിവെള്ള വിതരണം പൂർവ്വസ്ഥിതിയിലേക്ക് എത്തിക്കുവാനുള്ള നടപടിക്രമങ്ങൾ ഞങ്ങൾ ചെയ്യും. ഈ 2 ദിവസം കുടിവെള്ളം മുടങ്ങുന്നൊക്കെ വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അത് വലിയ ബുദ്ധിമുട്ട് ഇവിടുത്തെ ആളുകൾക്ക് ഉണ്ടാക്കും. അതിനൊരു ഇടപെടൽ എന്തായാലും അടിയന്തരമായി വേണമെന്നൊരു ആവശ്യം നിങ്ങൾ പറയില്ലേ? തീർച്ചയായിട്ടും മിനിസ്റ്റർ ലെവലിൽ ഇടപെടുന്നത് അതുകൊണ്ടാണ്. ഞങ്ങളിപ്പോൾ ഉടനെ വിളിക്കാൻ പോകണം മിനിസ്റ്ററെ വിളിച്ച് ഞാൻ പറഞ്ഞല്ലോ, ഇലക്ഷൻ പ്രചരണവുമായി ബന്ധപ്പെട്ടാണ് വന്നത്. അപ്പോഴാണ് കണ്ടത്. ഇപ്പോൾ ഈ വിതിൻ 5 to 10 minutes അവൈലബിൾ ആണെങ്കിൽ മിനിസ്റ്ററെ തീർച്ചയായിട്ടും വിളിച്ചിരിക്കും. അത് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തും. അതിനുശേഷം സൂപ്രണ്ടിംഗ് എഞ്ചിനീയറെ വിളിച്ചു പറയും. തിരുവനന്തപുരത്ത് നിന്ന് മിനിസ്റ്റർ ഓഫീസിൽ നിന്ന് എത്രയും പെട്ടെന്ന് ഇതിൽ ഇടപെടലുകൾ ഉണ്ടാവുകയും കഴിയുന്നതും വേഗം ജനങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കുന്ന സംവിധാനത്തിലേക്ക് എത്തിക്കും. ഈ ചളി വീടുകൾക്ക് മുമ്പിലൊക്കെ വലിയ തരത്തിൽ ചളി, ആളുകൾക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത രീതിയിൽ അതിലൊരു ഇടപെടൽ കോർപ്പറേഷൻ്റെ ഭാഗത്ത് ഉണ്ടാവാനുള്ളൊരു അത് കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് ബീന ടീച്ചറെ വിളിച്ച് പറയാം. തീർച്ചയായിട്ടും മേയർ ഇടപെടും. മേയറും ഇവിടുത്തെ കൗൺസിലറൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ ഇടപെടേണ്ടതാണ്. ബീന ടീച്ചറെ പെട്ടെന്ന് തന്നെ ഞങ്ങൾ വിളിക്കാൻ പോവുകയാണ്. ബീന ടീച്ചറും ഇടപെടും. കോർപ്പറേഷനെ തൊഴിലാളികളെ വിട്ട് അതൊക്കെ വൃത്തിയാക്കാനുള്ള സഹായങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാവും. അതിനിടയ്ക്ക് ഇലക്ഷൻ കാര്യം കൂടെ ചോദിക്കാം, എങ്ങനെയുണ്ട് പ്രചരണം? വളരെ ശക്തമായിട്ട് പോകുന്നു. ഞങ്ങൾ ഇന്നലെ നോമിനേഷൻ കൊടുക്കാൻ വേണ്ടി ഉടനെ പോവുകയാണ്. ഞങ്ങൾ ഇന്നലെ ഏതാണ്ട് 50-60ഓളം വീടുകൾ പോയി. ഇന്ന് രാവിലെ പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ വന്നതാണ്. അപ്പോഴാണ് ഇത് കണ്ടത്. തീർച്ചയായിട്ടും അതൊരു ഇടപെടലായിട്ട് ഞങ്ങൾക്ക് ഇതിനെ കാണുകയാണ്. ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഈ കാര്യത്തിൽ ഞങ്ങൾ ഇടപെടലുണ്ടാകുകയും മിനിസ്റ്റർ തന്നെ നേരിട്ട് വിളിച്ച് നമ്മുടെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കും. ഭദ്ര, അതായത് പെട്ടെന്ന് തന്നെ അടിയന്തരമായി ഇടപെടാൻ മന്ത്രിയോടുൾപ്പെടെ ആവശ്യപ്പെട്ട് ഇടപെടലുകൾ നടത്തും എന്നതാണ് LDF സ്ഥാനാർത്ഥി സിറിയക് മാത്യു ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഇവിടെ ഈ പ്രദേശത്തുള്ള ആളുകളോട് ഒരു സാഹചര്യം ചോദിക്കേണ്ടതുണ്ട്. ചേട്ടാ, എപ്പോഴാണ് ഈ പൈപ്പ് പൊട്ടിയത്? നിങ്ങൾ എങ്ങനെയാണ് ഇത് അറിയുന്നത്? 3 മണിക്ക് ഇത് 3-3:15 പൊട്ടിയത്. അടുത്ത വീട്ടിലെ മതിൽ വീണപ്പോഴാണ് അവർ അറിഞ്ഞത്. അവർ നമ്മളെ മൊബൈലിൽ വിളിച്ച് ഇവിടെ വന്ന് നോക്കുമ്പോൾ ഇവിടെ യുദ്ധക്കളാണ്. കംപ്ലീറ്റ് വെള്ളം, ചളിയും വെള്ളം എല്ലാം അകത്ത് കയറി. ബാത്റൂമൊക്കെ ഫുള്ള് വെള്ളം നിറഞ്ഞ്, വീട്ടിലേക്ക് കയറിയില്ല, പക്ഷെ ബാത്റൂമിൻ്റെ ഉള്ളിൽ കൂടെ കയറി. ഈ വീട്ടിലെ വെള്ളം കയറി, മണ്ണൊക്കെ കയറി. ഇവിടെയൊക്കെ ഈ റോഡ് ഒന്നിനും പറ്റില്ല. ഇതിന് ഉള്ളിലെ മണ്ണൊക്കെ പോയി. ഈ ഉള്ളിലെ അടിയിലെ മണ്ണാണ് ഈ സൈഡിൽ കയറി കിടക്കുന്നത്. അടിയിൽ നിന്നുള്ള മണ്ണാണ് ഈ സൈഡിൽ ഇങ്ങനെ കിടക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കിടക്കുക. ഇത് 48 വർഷം, ഏകദേശം 50 വർഷമായി ഉണ്ടാവും ഈ പൈപ്പ് ഇട്ടിട്ട്. പഴയ പൈപ്പാണ്.
ഭദ്ര, അതായത് നാട്ടുകാർ പറയുന്നത് പഴയ പൈപ്പാണ്, 48 വർഷം പഴക്കമുണ്ട് എന്നതാണ്. അതാണ് ഒരുപക്ഷെ ഇതിന് കാരണമായി പ്രദേശവാസികൾ ഉൾപ്പെടെ ചൂണ്ടിക്കാണിക്കുന്നത്. ഏതായാലും കുടിവെള്ളം എത്രയും പെട്ടെന്ന്, കുടിവെള്ളം എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്, അത് എത്രയും പെട്ടെന്ന് പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് തന്നെയാണ് ഇവിടെയുള്ള, അതായത് ഇപ്പോൾ LDF സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്ന സിറേത്ത് മാത്യു ഉൾപ്പെടെ പറഞ്ഞിരിക്കുന്നത്. കോർപ്പറേഷന്റെ ഇടപെടൽ അടിയന്തരമായി ഉണ്ടാകും എന്നത് ഉറപ്പാണ്. ഭദ്ര. മേഘ, മറ്റൊരു കാര്യം ഇപ്പോഴിതാ അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ കോർപ്പറേഷനുമായി എത്രയും പെട്ടെന്ന് ബന്ധപ്പെടും. ഒപ്പം ഈ വീടുകളിലെ ചളിയും കാര്യങ്ങളും ഒക്കെ, ഇന്നിപ്പോൾ തിങ്കളാഴ്ചയാണ്, അപ്പോൾ പല ആളുകൾക്കും ഓഫീസിലേക്ക് പോകേണ്ടതുണ്ടാവും, കുട്ടികൾ അവർക്ക് സ്കൂളിലേക്ക് പോകേണ്ട ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ പ്രത്യേകിച്ചും ഈ വീട്ടമ്മമാർക്കൊക്കെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടാകുന്ന ഒരു സാഹചര്യമൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് വീടിനകത്തുള്ള ചളിയും ഒപ്പം മറ്റു പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യാം എന്നൊരു ഉറപ്പ് കൂടി അദ്ദേഹം നൽകുന്നുണ്ടല്ലേ? അതെ, അതാണ് വലിയ പ്രശ്നം. ഇന്ന് തിങ്കളാഴ്ചയാണ്, കുട്ടികൾക്ക് സ്കൂളിൽ പോകേണ്ടതുണ്ട്, ജോലിക്കാരുണ്ട്. അപ്പോൾ വെള്ളം ഇല്ലാതെ പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഒരു ഇടപെടൽ ഉണ്ടാവുക എന്നതാണ് ഇവിടെയുള്ള ഇപ്പോൾ മത്സരിക്കുന്ന സിറേത്ത് മാത്യു ഉൾപ്പെടെ പറഞ്ഞിരിക്കുന്നത്. അതിന് മേയറെ ബന്ധപ്പെട്ടുകൊണ്ട് എങ്ങനെ കുടിവെള്ളം എത്രയും പെട്ടെന്ന് എങ്ങനെ പുനഃസ്ഥാപിക്കാം, അതിനൊപ്പം തന്നെ ഈ വീടുകളിലെ ചളി ഉൾപ്പെടെ മാറ്റാൻ വേണ്ടി കോർപ്പറേഷൻ്റെ ഇടപെടൽ ഏത് രീതിയിൽ ഉണ്ടാക്കാം എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ അടിയന്തരമായി പരിഗണിക്കും. അടിയന്തരമായി ഇടപെടൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഏതായാലും വലിയ അപകടമാണ് ഉണ്ടായിരിക്കുന്നത്. നമുക്ക് ഈ പ്രേക്ഷകർക്ക് ദൃശ്യങ്ങൾ തന്നെ കണ്ടാൽ വ്യക്തമാകും. ഒരു റോഡ്, അതായത് മലാപ്പറമ്പിൽ നിന്ന് കരിക്കാംകുളത്തേക്ക് പോകുന്ന ഒരു പ്രധാനപ്പെട്ട റോഡിൻ്റെ അവസ്ഥ, റോഡ് പൂർണ്ണമായും ഒരു വലിയ ഗർത്തം രൂപപ്പെട്ടുകൊണ്ട് റോഡ് അതിനുള്ളിലേക്ക് താഴ്ന്ന നിലയിലാണ് ഉള്ളത്. വലിയ അപകടം. ഈ റോഡ് ഉൾപ്പെടെ അതായത് ഈ ഭാഗം കൊഴിഞ്ഞിട്ടുണ്ട്, അതിന് മറ്റ് ഭാഗങ്ങളിലൊക്കെ തന്നെയും റോഡ് അടിയിൽ നിന്ന് പൊന്തിപ്പോയ സാഹചര്യമാണ് ഉള്ളത്. റോഡ് പഴയ രീതിയിലാകാൻ എന്തായാലും സമയമെടുക്കും. പക്ഷേ എത്രയും പെട്ടെന്ന് ഈ കുടിവെള്ളം പുനഃസ്ഥാപിക്കുക എന്നതാണ് അടിയന്തരമായ ഇടപെടൽ ആവശ്യമുള്ളത്. അതിന് ഇടപെടൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇപ്പോൾ ഇവിടെയുള്ള, അതായത് LDF സ്ഥാനാർത്ഥി മത്സരിക്കുന്ന വ്യക്തി പറഞ്ഞിരിക്കുന്നത്. കോർപ്പറേഷൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ശരി, മേഘ മാധവനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. കോഴിക്കോട് മലാപ്പറമ്പിലാണ് ഇത്തരത്തിൽ ഇന്ന് രാവിലെ 3:30 കൂടിയായിരുന്നു ഈ കുടിവെള്ള പൈപ്പ് പൊട്ടിയത്. എന്തായാലും ഇതിൽ വലിയൊരു ഇടപെടൽ ഉണ്ടാകും എന്ന് തന്നെയാണ് അവിടുത്തെ സ്ഥാനാർത്ഥി ഇപ്പോൾ നമുക്ക് നൽകിയിരിക്കുന്ന വിവരം. എന്തായാലും മന്ത്രി റോഷി അഗസ്റ്റിൻ്റെ ഓഫീസുമായി ഉടൻ തന്നെ ബന്ധപ്പെടുമെന്ന് പറയുന്നുണ്ട്. ഒപ്പം തന്നെ 2 ദിവസമൊന്നും കാത്തിരിക്കേണ്ട, അതിന് മുൻപ് തന്നെ വെള്ളം എത്തും എന്നൊരു കാര്യം കൂടി അറിയിക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ വീടുകളിലൊക്കെ ചളി നിറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യം, അത് എത്രയും പെട്ടെന്ന് കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് അത് നീക്കം ചെയ്യാനുള്ള നടപടികളിലേക്കും കടക്കുമെന്നൊരു ഉറപ്പ് കൂടി ലഭിച്ചിരിക്കുകയാണ്.